In this video, we are going to discuss about iteration statements or looping statements. Iteration statement is a type of control statement. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. There are two types of control statement, decision making statement and iteration statement. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് തരത്തിലുണ്ട്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും. നമ്മൾ ഈ വീഡിയോയിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോഗ്രാമിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്നെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന രീതിയാവാം, അതല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാവാം. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ സ്കിപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിലധികം പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിപ്പീറ്റീവ് എക്സിക്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നിലധികം തവണ സ്റ്റേറ്റ്മെൻറ്റ്സുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. So iteration is the process where a set of statements is executed repeatedly for a specified number of time or until a condition is met. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ വരെ ആവാം, അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നവരെ ആവാം, കണ്ടീഷൻ ട്രൂ ആവുന്നത് അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ ആവാം. അപ്പോൾ ഒരു ജോലി എത്ര പ്രാവശ്യം റിപ്പീറ്റ് വേണം എന്ന് തീരുമാനിക്കുന്നത് ആ ജോലി എത്ര നമ്പർ ഓഫ് ടൈംസ് ചെയ്യണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെയും ആവാം. സോ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ തന്നെയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ്. ദർ ആർ 4 എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ്. നമുക്ക് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മുന്നേ 4 കാര്യങ്ങൾ അറിയേണ്ടത്. ദർ ആർ 4 എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ്. ഈ 4 എലമെൻറ്റ്സിനെയും പരിചയപ്പെട്ടാലേ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസി ആയിട്ട് നമുക്കതിൻ്റെ സിൻടാക്സ് പഠിക്കാൻ പറ്റുള്ളൂ. സോ ആ 4 എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഇനീഷ്യലൈസേഷൻ, സെക്കൻഡ് വൺ ടെസ്റ്റ് എക്സ്പ്രഷൻ, തേർഡ് വൺ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് വൺ ബോഡി ഓഫ് ദ ലൂപ്പ്. സോ ഏതൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും നമ്മളൊരു ജോലി ഒന്നിലധികം പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൗണ്ട് വേണം. സോ ഈ കൗണ്ട് എന്ന് പറയുന്നത് ഒരു കൗണ്ടറാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ജോലി റിപ്പീറ്റീവായി ചെയ്യുകയാണ്. സോ നമ്മൾ അത് കൺട്രോൾ എത്ര പ്രാവശ്യം എത്തി എന്ന് നമുക്ക് അത് ആ ഒരു വേരിയബിൾ, ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം. ആ വേരിയബിളിനെയാണ് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ലൂപ്പുകൾക്കും ഒരു വേരിയബിൾ ഉണ്ടാവും ദാറ്റ് കൺട്രോൾസ് ദ ലൂപ്പ്. അതായത് ദാറ്റ് ഇസ് എ വേരിയബിൾ വിച്ച് കൺട്രോൾസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ്. ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെയാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദിസ് വേരിയബിൾ ഡിസൈഡ്സ് വെദർ ടു കണ്ടിന്യൂ ദ എക്സിക്യൂഷൻ ഓർ നോട്ട്. ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ ഒരു ലൂപ്പ് എത്ര പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യണം എന്നത് ഈ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂയെ ഡിപ്പെൻഡ് ചെയ്യും. സോ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഈസ് എ വേരിയബിൾ which controls the execution of the loop. ഇനി നമുക്ക് 4 എലമെൻറ്റ്സിനെ പരിചയപ്പെടാം. അതിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബിഫോർ എൻറ്ററിങ് ഇൻ ടു എ ലൂപ്പ് വി നീഡ് ടു ഇനീഷ്യലൈസ് ദ കൺട്രോൾ വേരിയബിൾ. അപ്പോൾ കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്നതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. കൺട്രോൾ വേരിയബിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ്. ഈ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ ആണ് അത് എത്ര പ്രാവശ്യം ആ ടാസ്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആ വേരിയബിളിൻ്റെ അകത്ത് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സാധാ ഒരു വേരിയബിളിനെയാണ് നമ്മൾ ആ വേരിയബിളിൻ്റെ ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എ വേരിയബിൾ. അപ്പോൾ ഈ വേരിയബിളിൻ്റെ ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് വാല്യൂ
ആ വാല്യൂവിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത് എത്ര പ്രാവശ്യം ആ ഒരു ടാസ്ക് റിപ്പീറ്റായി എക്സിക്യൂട്ട് ചെയ്യണമെന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷനാണ്. നമ്മൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറുന്നതിനേക്കാൾ മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്നതാണ്. So during initialization, the loop control variable gets its first value. അപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ആദ്യം നമ്മൾ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് ഫസ്റ്റ് വാല്യൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ n=10 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടാസ്ക് ചെയ്യാൻ പോകുന്നത് 10 പ്രാവശ്യമാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര ടൈംസ് അത് ചെയ്യണം, ആ ഒരു ജോലി ചെയ്യണമെന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ ആണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. So the initialization statement is executed only once at the beginning of the loop. So initialization എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒരേ ഒരു പ്രാവശ്യമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് ലൂപ്പ് തുടങ്ങുന്നതിനേക്കാൾ മുന്നെയാണ്. പിന്നെ ഒരിക്കലും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യില്ല, കാരണം അത് ഒറ്റ ടൈം ഇനീഷ്യലൈസ് ചെയ്താൽ മതി. സെക്കൻഡ് സ്റ്റെപ്പാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. സോ ഇറ്റ് ഈസ് എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ടെസ്റ്റ് ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു എക്സ്പ്രഷനാണ്. ഒന്നെങ്കിൽ അതൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. സോ ഏത് വാല്യൂ ഇസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ നമുക്കറിയാം റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ റിസൾട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ഇനി ഈ ഒരു എക്സ്പ്രഷൻ ഡിസൈഡ് ചെയ്യും, ഇറ്റ് ഡിസൈഡ്സ് വെദർ ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടാസ്കിനെയാണ് ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം ആ സ്റ്റേറ്റ്മെൻറ്റ്, ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ റിപ്പീറ്റീവായി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ എക്സ്പ്രഷനാണ്. ഇഫ് ദ എക്സ്പ്രഷൻ ഈസ് ട്രൂ, ദ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട്സ്, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി എക്സിക്യൂട്ട്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല, എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ആ എക്സ്പ്രഷനാണ് എത്ര പ്രാവശ്യം നമ്മൾ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ട്രൂ ആവണ വരെ ആ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഫോൾസ് ആകുമ്പോൾ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തു. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യമായിട്ട് ഫസ്റ്റ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത്. ഈ വാല്യൂ ഒന്നെങ്കിൽ നമുക്ക് മാക്സിമം എത്ര പ്രാവശ്യം ടാസ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് 10 പ്രാവശ്യമാണ് ടാസ്ക് ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ n=10 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 പ്രാവശ്യമായോ ഓരോ പ്രാവശ്യവും ഈ ജോലി കുറച്ച് വരും. 10 കഴിഞ്ഞാൽ നമ്മളത് പിന്നെ വാല്യൂ 9 ആക്കണം, 8 ആക്കണം. അങ്ങനെ വാല്യൂ ഡിക്രീസ് ചെയ്ത് 0 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി 10 പ്രാവശ്യം ആകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, n=1 വെച്ചിട്ട് 2, 3, 4, 5 അങ്ങനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ പ്രാവശ്യവും ആ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേരിയബിളിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ വി ഇനീഷ്യലൈസ്ഡ്. അപ്പോൾ വാല്യൂ നമ്മൾ 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമുക്ക് 10 പ്രാവശ്യമാണ് ടാസ്ക് ചെയ്യുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം 1 കഴിഞ്ഞു. ഫസ്റ്റ് n=1 അത് ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ നമ്മുടെ ബോഡിയുടെ അകത്ത് ലൂപ്പിൻ്റെ അകത്ത് ബോഡി അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഈ വേരിയബിൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നുകിൽ ഇൻക്രിമെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ n=n+1 അപ്പോൾ 2 ആയി. അങ്ങനെ ഓരോ പ്രാവശ്യവും ആ ടാസ്ക് കഴിയുമ്പോൾ ഈ വേരിയബിൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഏത് ഇൻക്രിമെൻറ്റ്സ് ഓർ ഡിക്രിമെൻറ്റ്സ് ദ വേരിയബിൾ, അത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മോഡിഫൈസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് വാല്യൂ. ഇറ്റ് either increments or decrements the variable. നാലാമത്തെ എലമെൻ്റാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. നമ്മൾ പറഞ്ഞു ബോഡി ഓഫ് ദ ലൂപ്പ് ഇസ് നത്തിങ് ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി. റിപ്പീറ്റീവായിട്ട് ഏത് ടാസ്ക്കാണോ നമുക്ക് ചെയ്യേണ്ടത് ആ റിപ്പീറ്റീവായി ചെയ്യുന്ന ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആവാം അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഗ്രാം നമുക്ക് ബോഡി ഓഫ് ദ ലൂപ്പ് നമുക്ക് തീരുമാനിക്കാം അത് ഏത് സെറ്റ് ഓഫ് ടാസ്ക്കാണ് നമ്മൾ റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ 4 എലമെൻറ്റ്സ് ആണ് നമുക്ക് ഒരു ലൂപ്പിന് വേണ്ടത്. ബേസിക്കലി എല്ലാ ലൂപ്പുകൾക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള 4 എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ഫസ്റ്റ് വാല്യൂ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇനീഷ്യലൈസേഷൻ ആ പ്രോഗ്രാമിൻ്റെ ലൂപ്പ് തുടങ്ങുന്നതിനേക്കാൾ മുന്നെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്.
ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ നെക്സ്റ്റ് റിലേഷൻ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഇറ്റ്സ് വാല്യൂസ് ചെയ്ത ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാതെ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയോ ഡിക്രിമെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. And body of the loop is the set of statements that need to be executed repeatedly. റിപ്പീറ്റീവായി എക്സിക്യൂട്ട് ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ വേരിയബിൾ. സാധാ ഒരു വേരിയബിൾ തന്നെയാണ് വിച്ച് കൺട്രോൾസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ്. ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. സോ ഇൻ C++, there are 3 types of loop. നമുക്ക് 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. സോ ഈ ലൂപ്പുകളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം.